നമുക്ക് മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ചില പ്രതികരണത്തിലേക്ക് പോകാം. താഴ്മൺ കുടുംബത്തിനെതിരായ KS രാധാകൃഷ്ണന്റെ നിലപാടിനെതിരെ BJP നേതാവ് സന്ദീപ് വജസ്പതി. ശബരിമല തന്ത്രിസ്ഥാനം ഒഴിയണമോ എന്ന തീരുമാനമെടുക്കേണ്ടത് രാഷ്ട്രീയക്കാരല്ല, പുരോഹിതന്മാരുടെ സഭയാണ്. BJPയുടെ നിലപാട് സംസ്ഥാന അധ്യക്ഷൻ പറയുമെന്നും സന്ദീപ് വജസ്പതി പറഞ്ഞു. ശബരിമല തന്ത്രിയെ കരിവാരിത്തേക്കുന്നത് നല്ലതല്ല എന്ന് രാഹുൽ ഈശ്വറും പ്രതികരിച്ചു. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ വിവരങ്ങൾ വെച്ചാണ് KS രാധാകൃഷ്ണൻ ആരോപണം ഉന്നയിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ അസത്യങ്ങളും വ്യാജ പ്രചാരണങ്ങളുമാണ് ഉള്ളത് എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. താഴ്മൺ കുടുംബത്തിനെതിരായ KS രാധാകൃഷ്ണന്റെ പ്രതികരണം കേട്ടുവരാം. ലേബി സജീന്ദ്രനിലേക്ക് പോകാം വിശദാംശങ്ങൾക്കായി. ലേബി, ശരിയാണ്, KS രാധാകൃഷ്ണനും BJPയും തമ്മിൽ ഇടക്കാലത്ത് ചില പ്രശ്നങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. KS രാധാകൃഷ്ണൻ താഴ്മൺ കുടുംബം തന്ത്രിസ്ഥാനം ഒഴിയണം എന്ന് പറഞ്ഞതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ BJP നേതാക്കൾ രംഗത്ത് വരികയാണ്. മാധു, പല വിഷയങ്ങളിലും BJPയുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ ഡോക്ടർ KS രാധാകൃഷ്ണൻ സ്വീകരിക്കാറുണ്ട്. KS രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്നൊരു പദവിയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അദ്ദേഹം ഇത്തരം വേറിട്ട ശബ്ദങ്ങളൊക്കെ കേൾപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും അതേ രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. കാരണം താഴ്മൺ കുടുംബത്തിൽ അത് തന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലെല്ലാം പിന്തുണയാണ് BJP നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്ത സമയത്തും BJPയുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്ന് തന്നെ അഭിപ്രായ വ്യത്യാസവുമായി അദ്ദേഹം കടന്നു വന്നിരുന്നു. ഡോക്ടർ KS രാധാകൃഷ്ണൻ കടന്നു വന്നിരുന്നു. ഇപ്പോൾ വളരെ ശക്തമായ ഭാഷയിലാണ് ഇപ്പോൾ തന്ത്രി കുടുംബം, താഴ്മൺ കുടുംബം ശബരിസ്ഥാനം എന്നുള്ള പുതിയ വിവാദത്തിന് ഡോക്ടർ KS രാധാകൃഷ്ണൻ തിരികൊളുത്തിയിരിക്കുന്നത്. അതിനോടാണ് BJPയുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ BJP ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ കൂടിയായ സന്ദീപ് വജസ്പതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇത് തീരുമാനിക്കേണ്ടത് രാഷ്ട്രീയക്കാരല്ല, ഒരു രാഷ്ട്രീയക്കാരന് പറയേണ്ട അഭിപ്രായമല്ല, പകരം ഇത്തരത്തിൽ തീരുമാനമെടുക്കേണ്ടത് പുരോഹിത സഭയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പാർട്ടി നിലപാടിന് പ്രസക്തിയില്ല എന്ന് പറയുന്നു. അതുകൂടാതെ ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഒരു BJPയുടെ നിലപാടിന് വിഭിന്നമായി അദ്ദേഹം സംസാരിക്കുമ്പോൾ അതിന് സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് മറുപടി പറയേണ്ടത് എന്നും ഇവിടെ ചേർത്ത് പറയുന്നു. അതുമാത്രമല്ല, താഴ്മൺ കുടുംബാംഗമായ രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരിക്കുന്നത് ഈ ഡോക്ടർ KS രാധാകൃഷ്ണന്റെ ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ചാണ് ഫേസ്ബുക്കിലൂടെ ഇത്തരം കുറിപ്പുകളിട്ട് താഴ്മൺ കുടുംബത്തിനെ കരിവാരിത്തേക്കാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ ശ്രമിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള പ്രവണത അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് രാഹുൽ ഈശ്വരും ആരോപിക്കുന്നു. ഏതായാലും പുതിയൊരു വിവാദത്തിനാണ് ഇപ്പോൾ ഡോക്ടർ KS രാധാകൃഷ്ണൻ തിരി കൊളുത്തിയിരിക്കുന്നത്. മാധു, KS രാധാകൃഷ്ണന്റെ പ്രതികരണം കാണാം. ആചാര അനുഷ്ഠാന വിശുദ്ധി കാത്തുസൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ തന്ത്രിമാര് സംശുദ്ധമായ ജീവിതം നയിച്ചിരിക്കണം. ദൗർഭാഗ്യവശാൽ താഴ്മൺ കുടുംബത്തിലെ തന്ത്രിമാര് അങ്ങനെ സംശുദ്ധമായ ജീവിതം നയിച്ചവരല്ല എന്ന് നമ്മുടെ മുമ്പിൽ തെളിവുകൾ സഹിതം നിൽക്കുകയാണ്. തന്ത്രവിദ്യയിലും തന്ത്രജ്ഞാനത്തിലും അയാൾക്ക് എന്തറിവുണ്ട് നമുക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾ സെക്കുലർ എഡ്യൂക്കേഷന് പോയിട്ടുള്ള ഒരാളാണ്. ആ സെക്കുലർ എഡ്യൂക്കേഷൻ കിട്ടി അതിനു വേണ്ടി പോയിട്ടുള്ള ഒരാൾക്ക് അയാൾ എവിടെയാണ് എപ്പോഴാണ് തന്ത്രം പഠിച്ചേക്കുന്നത്? അപ്പോൾ തന്ത്രിയുടെ കുടുംബത്തിൽ ജനിച്ചു എന്ന ഒറ്റ കാര്യം കൊണ്ട് തന്ത്രം അറിയാവുന്ന എങ്ങനെ കരുതും? യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് എന്തെങ്കിലും തിരുത്തോ അതിനെ സെക്കൻഡ് ചെയ്യണോ വേണ്ടുമെങ്കിൽ അതിനുള്ള അധികാരമുള്ള സംസ്ഥാന അധ്യക്ഷനാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായം പറയേണ്ടതുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കണം. കാരണം ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായത്തിനല്ലല്ലോ പ്രസക്തി. കേരളത്തിലെ ഹൈന്ദവ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ധർമ്മ ആചാര്യ സഭയുണ്ട്, ആചാര്യ ധർമ്മ സഭയുണ്ട്. അപ്പോൾ അവർ കാര്യങ്ങൾ തീരുമാനിക്കണം. തന്ത്രി മണ്ഡലമുണ്ട്, തന്ത്രിമാരുടെ കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ആചാര്യന്മാരുടെ പുരോഹിതന്മാരുടെയൊക്കെ ഒരു ബോഡി ഉള്ളപ്പോൾ അവരെക്കാര്യത്തിൽ തീരുമാനം പറയട്ടെ. അതിനകത്ത് രാഷ്ട്രീയക്കാരുടെ അഭിപ്രായം അല്ല വേണ്ടതെന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. പിന്നെ രാഷ്ട്രീയമായി BJPയുടെ അഭിപ്രായം പറയാൻ അത് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയും. KS രാധാകൃഷ്ണൻ സാറ് പറഞ്ഞതിനെപ്പറ്റി അതിനെ പിന്തുണയ്ക്കാനോ തിരുത്താനോ ഉള്ള അവകാശം സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം അത് ചെയ്യട്ടെ, അദ്ദേഹം അതോടൊപ്പം തന്നെ ചെയ്യും.